കോഴിക്കോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ ചേവായൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തത്. പ്രൈവറ്റ് ബസ് ഉടമകൾ ഹർത്താലിനോട് സഹകരിക്കുമെങ്കിലും അവിടുത്തെ വ്യാപാരി വ്യവസായികൾ സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളോട് സഹകരിക്കേണ്ട എന്ന് നേരത്തെ തന്നെ വ്യാപാരി വ്യവസായികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ പറയണം. അതാണ് വ്യാപാരി വ്യവസായികളുടെ നിലപാട്. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ചേവായൂരിലെ ഈ സംഘർഷങ്ങൾ ഉണ്ടായതിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താൽ വ്യാപാരി വ്യവസായികൾ അവരോട് സഹകരിക്കില്ലെന്ന് പറഞ്ഞു കടകളൊക്കെ തുറന്നിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കനത്ത പോലീസ് സുരക്ഷ ഇപ്പോൾ ജില്ലയിലാകെ ഉണ്ട്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ബസ് ഉടമകൾ ഈ ഹർത്താലുമായി സഹകരിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കടകൾ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഹർത്താലുമായിട്ട് സഹകരിക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ നമ്മളിപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ആദ്യഘട്ടത്തിൽ സഹകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ചില സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ KSRTC ബസ്സുകൾ യഥേഷ്ടം സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇവിടെ നിന്നും മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ, കാസർഗോഡ് അങ്ങനെ മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓടുന്നുണ്ട്. എന്നാൽ ജില്ലയ്ക്കുള്ളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ അത് ചിലത് ഓടുന്നുണ്ട്, എന്നാൽ ചിലത് ഓടുന്നുമില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. പക്ഷേ 10 മണിയോടുകൂടി UDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ പ്രകടനമുണ്ട് നഗരത്തിൽ. ഒരുപക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഇതിന്റെ ചിത്രം മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ അതേസമയം തന്നെ കുറെ അധികം സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ, അതായത് ചെറിയ ചെറിയ ഇടങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് ഇപ്പോഴും കാര്യമായിട്ട് ബസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. എവിടെന്നാ വരുന്നത്? മലപ്പുറത്ത് നിന്ന് വരാം. എവിടേക്കാ പോകണ്ടേ? നടുവണ്ണൂര്. കുറെ നേരമായി നിൽക്കുന്നത്? ഇല്ല, ഒരു 10 മിനിറ്റ്. എന്തെങ്കിലും ബസ് ഉണ്ടോ? എന്താ പറഞ്ഞു? ബസ്സുണ്ട്. ഇത്തരത്തിലാണ്. കാരണം ബസ്സുകൾ കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഇടത്തേക്ക് കാണാം. അതായത് വരുന്ന KSRTC ബസ്സുകളിലേക്ക് ആളുകൾ വലിയ രീതിയിലേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാരണം ഇനി ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ബസ്സുകളില്ലെങ്കിൽ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി കാണുന്ന ബസ്സുകളിൽ ഓടി എല്ലാവരും കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ സിറ്റിക്കുള്ളിൽ ഓടുന്ന ബസ്സുകൾ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബസ്സുകളൊക്കെ തന്നെ അതായത് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഓടുന്ന ബസ്സുകളാണ്. എന്നാൽ മറിച്ച് അതായത് ജില്ലയ്ക്കുള്ളിൽ ഓടുന്ന സിറ്റി ബസ്സുകൾ അത്രയധികം ഓടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക്, അതുപോലെ തന്നെ ഉള്ളേരി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊന്നും തന്നെ ഓടുന്ന ബസ്സുകളൊക്കെ തന്നെ വളരെ കുറവാണ്. എന്തായാലും ഈ സമരം പുരോഗമിക്കുകയാണ്, ഹർത്താൽ പുരോഗമിക്കുകയാണ്. 10:30യോടുകൂടി UDF-ന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ട്. താങ്ക് യു ഷഹദ് റഹ്മാൻ. ഇനി ചില യൂട്യൂബ് സന്ദേശങ്ങൾ വായിക്കാം. സുരേഷ് ബാബു പറയും, നമ്മുടെ ചാനൽ കയറി മൊത്തം കോപ്പി അടിച്ചു, കൂടെ നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ ചില ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് മൊത്തം കുറ്റം പറയുക. അപ്പോൾ അവർക്കൊരു ബുദ്ധിയില്ലേന്ന്, അവരുടെ വലിയ ബുദ്ധിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പ്രേക്ഷകരെ മിസ്ലീഡ് ചെയ്യുക, എന്നിട്ട് തങ്ങളുടെ കൂടെ നടത്തിക്കുക. പിന്നെ കൂടെ ഒരു ലാൻഡിങ് പേജിൻ്റെ പരിപാടി കൂടി ഉണ്ട്. ആ കലാപരിപാടി കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രേക്ഷകർ അവർക്കൊപ്പം തന്നെ തുടരും. പക്ഷേ ഇതൊക്കെ ചെറിയ ഒരു കാലത്തേക്ക് മാത്രമേ നമ്മുടെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റൂ. മലയാളി അത്യാവശ്യത്തിൽ കൂടുതൽ ബോധവും വിവരമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അന്തിമമായി വിജയിക്കാൻ പോകുന്ന 24 തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ പ്രേക്ഷകർ സംശയിക്കേണ്ട. ശ്രീരാജ് കാലിക്കട്ട് പറഞ്ഞു, ഡിസംബർ 8-ന് ശേഷം അനുകരണം മൂലം ഇനി പുതിയ ചാനൽ വല്ലതും തുടങ്ങാനുള്ള പ്ലാനാണ്. അതിനേക്കാളും വലിയൊരു പ്ലാനാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. ശ്രീരാജ് കാലിക്കട്ട് അതിനൊരു അന്തിമ ഡിസൈൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അതായത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ചില നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ഈ വാർഷികത്തിന് ശേഷമുള്ള യാത്ര. റീന അറുമുഖൻ ചോദിക്കുന്നു, ഗുഡ് മോർണിംഗ് സ്കെയിൻ. ഇന്ന് പാൻറ്റും ഷർട്ടുമാണല്ലോ? അതെ, പാൻറ്റും ഷർട്ടുമാണ് റീന. ഇന്നലെ പാലക്കാട്ട് വന്നിരുന്നു. തീർച്ചയായിട്ടും സുൽത്താൻ കോട്ടയെ കണ്ടു. അവിടെയെങ്കിലും പോകാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ഈ അടർക്കളം അവിടെ നിന്ന് സംപ്രേഷണം ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, വളരെ വാശിയേറിയ ചൂടായ അടർക്കളമായിരുന്നു. അടർക്കളത്തിന് നടുവിൽപ്പെട്ടു. പിന്നെ കുറച്ച് നേരം നമ്മുടെ പ്രസിദ്ധ ചാലക്കുടിയുടെ മിന്നുന്ന പ്രകടനം കണ്ടു വേദിയിൽ. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങിപ്പോന്നു. മോർണിംഗ് ഷോ ഉണ്ട് നമുക്ക്.